ഈശോയിൽ സ്നേഹമുള്ളവരെ, മഗ്ദലന മറിയത്തിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. മഗ്ദലന മറിയത്തെ ഇത്രയധികം സ്നേഹിക്കുന്നതിൻ്റെ കാരണം മഗ്ദലന മറിയം ഈശോയെ വളരെയധികം സ്നേഹിച്ചതുകൊണ്ടാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 2-ാം വാക്യം, ഈ മറിയമാണ് സുഗന്ധ തൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത്. ഇവളുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ ഒരു ഫരിസേയൻ്റെ വീട്ടിലെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവിടെ ഒരു പാപിനിയായ സ്ത്രീ വരുന്നുണ്ട്. അവർ പിറുപിറുക്കുന്നുണ്ട്. അവൾ ഈശോയുടെ കാല് കഴുകാനും പാദങ്ങൾ ചുംബിക്കാനും ഒക്കെ തുടങ്ങിയപ്പോഴും അവർ പിറുപിറുത്തു. അപ്പോൾ ഈശോ പറയുന്നൊരു വർത്തമാനമുണ്ട്. അത് ലൂക്കാ 7:47. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 48-ാം വാക്യം, എന്നാൽ അറിയാതെയാണൊരുവൻ ശിക്ഷാർഹമായ തെറ്റു ചെയ്തതെങ്കിൽ അവൻ ലഘുവായേ പ്രഹരിക്കപ്പെടുകയുള്ളൂ. യജമാനൻ്റെ ഹിതമറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും. അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. അതുകൊണ്ടായിരിക്കാം ഒത്തിരി ക്ഷമ ഈ മഗ്ദലന മറിയത്തിന് ദൈവം കൊടുത്തിട്ടുണ്ട്. ഒത്തിരി കാരുണ്യം മഗ്ദലന മറിയത്തോട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം മറിയത്തിന് ഇങ്ങനൊരു മറിയം ഇങ്ങനെ സ്നേഹിക്കാൻ കാരണം, ഈശോയെ ഇങ്ങനെ സ്നേഹിക്കാൻ കാരണം. ഈശോയെ വളരെ അനിതര സാധാരണമായ വിധത്തിൽ മഗ്ദലന മറിയം സ്നേഹിക്കുന്നു. നമ്മൾ വിശ്വാസികളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം മഗ്ദലന മറിയം നല്ലൊരു മാതൃകയാണ്. എത്രയോ പുറകിക്കടന്ന ഒരാളാണ്. എന്നിട്ടത് മുന്നോട്ട് വന്ന് കർത്താവിനെ സ്നേഹിച്ചു. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് വിചാരിക്കുമ്പോഴും മഗ്ദലന മറിയം കർത്താവിനെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുമോ? അപ്പോൾ ഒരാളെ ഇങ്ങനെ യേശുവിലേക്ക് അടുപ്പിക്കുന്നത് യേശുവിനാൽ കൂടുതൽ സ്നേഹിക്കപ്പെടുന്നു എന്ന ചിന്തയാണ്, എന്ന ബോധ്യമാണ് കുറേ കൂടി അടുത്ത് അനുഗമിക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇല്ല, കുറേ കൂടി ഒരാളെ അത്ര ചേർന്ന് നിൽക്കാൻ, ഒരാളോട് ചേർന്ന് നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നത് അയാൾ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടായിരിക്കാം. നമ്മുടെ കുടുംബത്തിലെ മക്കളാകട്ടെ, ജീവിത പങ്കാളിയാകട്ടെ, നമ്മൾ ചില ഉപകാരങ്ങൾ ചെയ്തതിനെ നമ്മൾ മറന്നു കളയാതെ അതെന്നെ അങ്ങനെ സഹായിച്ചതാണ് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് തിരിച്ച് അത് പ്രകടിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അതുകൊണ്ടാണ് കൂടുതൽ ഈശോ സ്നേഹിച്ചത് കൊണ്ടാണ് മറിയം ഈശോയോട് ചേർന്ന് ഏറ്റവും അടുത്ത് അനുഗമിച്ചത്. നമുക്ക് ഈശോയെ അടുത്ത് അനുഗമിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒന്നുകിൽ ഈശോ നമ്മളെ സ്നേഹിക്കുന്നു എന്ന ഒരു ബോധ്യം നമുക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഈശോ സ്നേഹിക്കത്തക്ക വിധത്തിലുള്ള ചില പ്രത്യേകതകളൊന്നും നമ്മൾ ഈശോയോട് കാണിച്ചിട്ടില്ല. ഈശോ പ്രത്യേകം നമ്മളെ സ്നേഹിക്കുന്ന വിധത്തിൽ ഈശോയോട് നമ്മളത് പ്രകടിപ്പിച്ചിട്ടില്ല. ഒരു ഈശോ വിളിയിൽ പോലും ഈശോയ്ക്ക് മനസ്സിലാകും ഇവനോ ഇവൾക്കോ എന്നോട് സ്നേഹമുണ്ടോ എന്ന്. ഇല്ല, അമ്മേ എന്ന് വിളിക്കുമ്പോൾ അമ്മയ്ക്കറിയാം, ആ വിളിയിലെ ആ സ്നേഹം അമ്മയ്ക്കറിയാൻ പറ്റും. അത് പറഞ്ഞതുപോലെ ഈശോയെ എന്ന വിളിയിൽ പോലും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ വ്യക്തിപരമായ ഈശോയായിട്ടുള്ള ഇടപെടലുകൾ വഴി ഈശോയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവനോ ഇവൾക്കോ എന്നോട് സ്നേഹമുണ്ടോ എന്ന്. അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഇന്നത്തെ തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോഴും നമുക്ക് ഈശോയോടുള്ള സ്നേഹം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതും ആ സ്നേഹത്തിലേക്ക് വരുന്നതും നല്ലതാണ്. മഗ്ദലന മറിയത്തെക്കുറിച്ച് ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ സുഗന്ധദ്രവ്യം കൊണ്ട് പൂശുന്നത് അത് മഗ്ദലന മറിയത്തിൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം, അവിടെ മഗ്ദലന മറിയം അതിരാവിലെ എഴുന്നേറ്റ് ശവകുടീരത്തിങ്കിലേക്ക് പോകുന്നുണ്ട്. അത് മറ്റു സ്ത്രീകളുമുണ്ട്. സാബത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദലന മറിയവും യാക്കോബിൻ്റെ അമ്മയായ മറിയവും സലോമിയും അവനെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി. ഒന്ന് ഓർത്ത് വയ്ക്കുക, നമ്മൾ ചില കാര്യങ്ങൾ മറന്നു പോകുകയല്ലേ.
ഈശോയെ കാണാനുള്ള തിരക്കിൽ അത് വേണമെങ്കിൽ മറന്നു പോകാം. പക്ഷേ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് അത് ചെയ്യാൻ ശ്രമിക്കുന്ന മഗ്ദലന മറിയം, അതിൻ്റെ പ്രാധാന്യം അത് മനസ്സിലാക്കി ചെയ്യാൻ സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി, ഒരുപക്ഷെ അവളുടെ ശീലമായിരിക്കും അത്, ഇല്ല കാല് കഴുകി തുടച്ചതല്ലേ എന്ന് പറഞ്ഞാൽ ഇവളുടെ ഒരു ശീലമായിരിക്കും ഒരാളെ സുഗന്ധം കൊണ്ട് പൂശുക. ഇവളുടെ സാന്നിധ്യം വളരെ അനുഗ്രഹപ്രദമാക്കി മാറ്റിയെടുക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്നത് പോലെ. അത് മാനസാന്തരത്തിന് ശേഷം ഈശോയെ അറിയുമ്പോൾ മുതൽ ഇങ്ങനെ ഒരു അനുഭവമുണ്ട്. അതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം തന്നെ 16-ാം അധ്യായം 2-ാം വാക്യം, ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ ഇറങ്ങി ഓടി ശവകുടീരത്തിലേക്ക് പോയി. അങ്ങനെ പോകാൻ അതിരാവിലെ, നമുക്ക് ഈശോയോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ ഒരു ഞായറാഴ്ചയേ കിട്ടുന്നുള്ളൂ അവധിക്ക്, ഒരു ഞായറാഴ്ചയേ ഉള്ളൂ, അത് ഉറങ്ങാനുള്ള സമയമാണെന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ച എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ എത്ര മടി കാണിക്കുന്നവരാണ് നമ്മൾ. ബാക്കി 6 ദിവസവും ജോലിയാണ്, നേരത്തെ എഴുന്നേറ്റ് ജോലിക്ക് പോകണം. പക്ഷേ ഞായറാഴ്ച എനിക്ക് കർത്താവിനൊന്നും സ്നേഹിച്ചിരിക്കാൻ എനിക്ക് പറ്റുകയില്ല, എനിക്ക് കിടന്ന് ഉറങ്ങണം. അപ്പം മഗ്ദലന മറിയം അതിരാവിലെ, മറ്റൊരു സുവിശേഷത്തിൽ പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ, ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം, അവിടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മഗ്ദലന മറിയം ഒരാളായിട്ടാണ് പറയുക. ഒരാൾ ഇരുട്ടായിരിക്കുമ്പോൾ, അതും ഒരു സ്ത്രീ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ് പോവുക എന്ന് പറയും, എന്തൊരു ധൈര്യം വേണം. ഇനി കല്ലുരുട്ടി മാറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ കല്ല് വെച്ചടച്ചത് അവർക്കറിയാമല്ലോ. അതുകൊണ്ട് ഇവരുടെ സംസാരത്തിലുള്ള ഒരു കാര്യമാണ്, ആരാണ് കല്ലുരുട്ടി മാറ്റുക, ആരാണ് കല്ലുരുട്ടി മാറ്റുക. ഒരു കല്ലുരുട്ടി മാറ്റുക, അത് ദൈവദൂതൻ ദൈവശക്തിയാൽ മാറ്റപ്പെട്ട കല്ല് ഒരു മനുഷ്യന് മാറ്റാൻ പറ്റുമോ? ഒരു സ്ത്രീക്ക്? ഇപ്പം സ്ത്രീകൾ തമ്മിൽ നടന്നു പോകുമ്പോൾ അവർ സംസാരിക്കുന്നത് ആരാണ് കല്ലുരുട്ടി മാറ്റുക. റിസ്ക് എടുക്കാൻ അവർ തയ്യാറാണ്. കർത്താവിന് വേണ്ടിയിട്ടും കല്ലുരുട്ടി മാറ്റുക എന്ന റിസ്ക്, അത് പലതാകാം. കല്ല് ജീവിതത്തിൻ്റെ ചില പ്രതിബന്ധങ്ങൾ കർത്താവിന് വേണ്ടി മാറ്റാൻ, ചില ദുശീലങ്ങളാകാം. ഒരു കല്ല് പോലൊരു പാപം, അത് മാറ്റിയിട്ടാണെങ്കിലും കർത്താവിനോട് ചേർന്ന് നിൽക്കണം. അത് മാറ്റാൻ പറ്റില്ല. പള്ളിയിലൊക്കെ പോകാം, പക്ഷേ അത് പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കല്ലുരുട്ടി മാറ്റേണ്ട ഒരു അത് ഭയങ്കര റിസ്ക്കാണ്. അത് ആത്മീയതയിൽ നമുക്കൊരു സന്ദേശമാണ്. ഇനി യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 2-ാം വാക്യം, അവൾ ഓടി ശിമയോൻ പത്രോസിനെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റ് ശിഷ്യനെയും അടുത്തെത്തി പറഞ്ഞു. കണ്ടപ്പോൾ ഉടനെ തന്നെ കല്ലുരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്ന അതിൽ കണ്ടു. അവൾ ഉടനെ ഓടി പത്രോസിനെയും യോഹന്നാനെയും അറിയിച്ചു. ഇനി 20-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം 20-ാം 10-ാം വാക്യത്തിൽ, അപ്പോൾ അവർ രണ്ടുപേരും കണ്ടു, യോഹന്നാനും കണ്ടു, പത്രോസും കണ്ടു. എന്നിട്ട് അനന്തരം ശിഷ്യന്മാർ മടങ്ങിപ്പോയി, അവർ മടങ്ങിപ്പോയി. അടുത്ത വചനം യോഹന്നാൻ 20:11, മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. അപ്പോൾ അവൾക്ക് എന്താണ് അവളെ പ്രേരിപ്പിച്ചത്? അവർ രണ്ടുപേരും പോയി, പുരുഷന്മാർ രണ്ടുപേരും പോയി. മഗ്ദലന മറിയം മാത്രം കല്ലറയ്ക്ക് വെളിയിൽ കാത്തു നിന്നു. എന്ത് വിചാരിച്ചിട്ടാണ്? ഈശോയെ കാണാൻ പറ്റുമെന്നോ? എത്ര നേരം കാത്തു നിൽക്കേണ്ടി വരും എന്ന് അറിയാതെ കാത്തു നിന്നു. നമുക്കങ്ങനെ സാധിക്കുമോ? നമുക്ക് ചിലപ്പോൾ കുമ്പസാരത്തിന് വേണ്ടി പോലും ഒന്ന് കുറച്ചു നേരം കാത്തു നിൽക്കാൻ നമുക്ക് ബുദ്ധിമുട്ടല്ലേ? കുറച്ചു നേരം കാത്തു നിൽക്കാൻ മഗ്ദലന മറിയം കാത്തു നിന്നു. എന്നിട്ട് അവൾ തനിയായിരിക്കുമ്പോൾ കല്ലറയ്ക്കുള്ളിലേക്ക് അവൾ നോക്കി. ഭയമാകില്ലേ ആ ഒരു സിറ്റുവേഷൻ എന്ന് മനസ്സിലോർത്തെ? ഒറ്റയ്ക്കൊരു സ്ത്രീ കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കി. എന്തൊരു ധൈര്യമാണ് ഈ സ്ത്രീക്ക്! ഇനിയും ശിഷ്യന്മാരെ അറിയിക്കാൻ അവൾ വീണ്ടും ഓടുന്നുണ്ട്. അത് മത്തായിയുടെ സുവിശേഷത്തിലാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ അവൾ അറിയിക്കാൻ വേണ്ടി ഓടുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യത്തിൽ മറ്റൊരു കാര്യം പറയുകയാണ്. അവർ ശവകുടീരത്തിങ്കൽ നിന്ന് പുറത്തിറങ്ങി ഓടി, എന്നാൽ അവർ പേടിച്ച് വിറയ്ക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തിരുന്നു. അവർ ആരോടും ഒന്നും പറഞ്ഞില്ല. ഇങ്ങനൊരു വാക്കുണ്ട്. ഒരു കാര്യം ഒരു രഹസ്യാത്മകതയുള്ള കാര്യം, അത് സ്ത്രീകളാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഈ മഗ്ദലന മറിയത്തിന് ആരോടും പറയാതെ മനസ്സിൽ സൂക്ഷിക്കാനുള്ള കഴിവ്, അതും നമ്മളൊന്ന് ധ്യാനിക്കേണ്ടതാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ അത് വീണ്ടും നമ്മൾ കാണുകയാണ്. 28-ാം അധ്യായം
അവർ കല്ലറ വിട്ട ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടി ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ വേണ്ടി ഓടി. ഞാൻ വിചാരിക്കുന്നത് 2-3 തവണ ഓടി എന്നാണ് വിചാരിക്കുന്നത്. ആദ്യം പത്രോസിനെയും യോഹന്നാനെ അറിയിക്കാൻ ഓടി, പിന്നെ കാരണം അവർ പോയി കളഞ്ഞല്ലോ, വീണ്ടും മറ്റ് ശിഷ്യന്മാരെ അറിയിക്കാൻ വേണ്ടി ഓടി. ഓടണ ഓട്ടം, ഈ ഓട്ടം മാത്രം ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ 2-3 തവണ ഓടുക. എന്താണ് ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത് ഇങ്ങനെ ഓടാൻ? വീണ്ടും 9-ാമത്തെ വാക്യം, മത്തായി 28:9. അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. അതായത് ഈശോ എതിരെ വരികയാണ്. ഈശോ എതിരെ വന്നപ്പോഴത് ഈശോയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈശോയുടെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിക്കാൻ ആര് പറഞ്ഞു? അങ്ങനെ ആര് പറഞ്ഞു കൊടുത്തു? ഇപ്പോൾ ഈശോ വരും, കാലെ കെട്ടിപ്പിടിച്ച് ആരാധിക്കണം എന്ന് ആര് പറഞ്ഞു? നമുക്ക് പള്ളി വന്നിരുന്നിട്ട് പോലും പരിശുദ്ധ കുർബാന എടുത്തു വച്ചിരിക്കുന്ന ഈ ദേവാലയത്തിൽ പോലും ആരെങ്കിലും ഒന്ന് പറയണം മിണ്ടാതിരിക്കുന്ന, ആരും പറയാതെ ദൈവാരാധനയിൽ പങ്കെടുക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, ദൈവസ്ഥലങ്ങളോട് പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ആരെങ്കിലും പറഞ്ഞു തരണോ? മഗ്ദലന മറിയത്തിന് ആര് പറഞ്ഞു കൊടുത്തു? അതാണ് ഉള്ളിൽ കിട്ടുന്ന ഒരു കാര്യമാണത്. അങ്ങനെ അപ്പോൾ ഈ മഗ്ദലന മറിയത്തിൻ്റെ ഈ ഓട്ടത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ മറിയത്തിൻ്റെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിടുക്കമുണ്ടല്ലോ, തിടുക്കം എലിസബത്തിൻ്റെ അടുക്കലേക്ക് പോകാൻ, ഇത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവർക്കുള്ള പ്രത്യേകതയാണ്. ദൈവകാര്യങ്ങൾ ചെയ്യാനുള്ളൊരു തിടുക്കം, ദൈവകാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടം, ഇത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവർക്കുള്ള പ്രത്യേകതയാണ്. ഇനിയും യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൽ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു കാര്യമാണ്, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. എൻ്റെ കർത്താവ് എന്ന് പറയാൻ ഉള്ള ഒരു ഇൻറ്റിമസി മഗ്ദലന മറിയത്തിനുണ്ടായി. എൻ്റെ ഈശോ എന്നെ രക്ഷിക്കും, എൻ്റെ തമ്പുരാൻ, അങ്ങനെ പറയാൻ പറ്റുമോ? എൻ്റെ ഈശോ എന്ന് പറയുന്ന ഇൻറ്റിമസി അത് വളരെ പ്രത്യേകതയുള്ളതാണ്. ഇനി ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ചിലത് മുന്നേ പറഞ്ഞത് അവസാനം പറയുന്നത് അങ്ങനെയൊക്കെ ഒരേപോലെ പറയും. ആദ്യം രാത്രി ചെന്ന് കണ്ട നിക്കോദെമോസ് എന്ന് പറയുന്ന 3-ാം അധ്യായത്തിലാണ് നിക്കോദെമോസ് എന്ന് കാണുന്നത്. അത് 7-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലും അതങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. അതുപോലെ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ഈ യോഹന്നാൻ സുവിശേഷകൻ അങ്ങനെ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് സ്നാപ യോഹന്നാൻ ഈശോയെ ചൂണ്ടിക്കാണിച്ച് പറയുമ്പോൾ യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? ഇതൊരു ചോദ്യം. ഇവിടെ മഗ്ദലന മറിയത്തിൻ്റെ കാര്യമെത്തുമ്പോൾ നീ ആര് അന്വേഷിക്കുന്നു എന്ന്, അത് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലാണ്. സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? നീ എന്ത് അന്വേഷിക്കുന്നു എന്ന ചോദ്യം നീ ആരെയാണ് അന്വേഷിക്കുന്നത് എന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ. നമ്മളൊന്ന് ധ്യാനിച്ച്, നമ്മൾ എന്തിനാണ് തീർത്ഥാടനത്തിന് വന്നത്? എന്തെങ്കിലും അന്വേഷിച്ചാണോ വന്നത്? ജോലി, കുഞ്ഞ്, വിവാഹം, കടബാധ്യത, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അന്വേഷിച്ചിട്ടല്ലേ ചിലർ വന്നത്? അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള വസ്തുക്കൾ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ ചരട് കെട്ടിയിട്ടേ പോകൂ. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. അതാ, വസ്തുക്കൾ അന്വേഷിച്ച് വരുമ്പോൾ നമ്മൾ ചരട് കെട്ടിയിട്ടേ പോകും. വസ്തുക്കൾ അന്വേഷിച്ച് വരുമ്പോൾ നമ്മൾ താക്കോല് പൂട്ടിയിട്ടേ പോകും. വസ്തുക്കൾ അന്വേഷിച്ച് വരുമ്പോൾ നമ്മൾ തൂവാല കൊണ്ട് കെട്ടും. അതാണ് അതിൻ്റെ കുഴപ്പം. അതാ, വസ്തുക്കൾ അന്വേഷിക്കുന്നതിൽ നിന്ന് യേശുവിനെ അന്വേഷിക്കുന്നതിലേക്ക് വളരണം. മഗ്ദലന മറിയത്തോട് ചോദിക്കുന്ന ചോദ്യം, നീ ആരെ അന്വേഷിക്കുന്നു? ഒരു ശിഷ്യത്വത്തിൻ്റെ വളർച്ചയിൽ വരേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ച് തുടങ്ങുന്നത് അവസാനം യേശുവിനെ അന്വേഷിക്കുന്നതിലേക്ക് വരണം. അതുകൊണ്ടാണ് ചരട് കെട്ടുന്നതും തൊട്ടിൽ കെട്ടുന്നതും, തൊട്ടിലല്ല തൂവാല, ഇല്ല എന്തോ ഒരു തൂവാല സ്റ്റേപ്പിളർ വെച്ചിട്ട് ഒരു ചരടൊക്കെ കൂട്ടിക്കെട്ടിയ ഒരു സംഭവം, അത് കെട്ടിത്തൂക്കുന്നതും താക്കോല് പൂട്ടുന്നതും ഈശോയുമായി എന്ത് ബന്ധം? അപ്പൊ ഈശോയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഈശോയെ നേടുന്നത് ആകുമോ? അതാണ് മറിയത്തോട് നീ ആരെ അന്വേഷിക്കുന്നു? അപ്പോഴാണ് അവൾ മറിയം എന്ന് വിളിക്കുമ്പോൾ അവൾക്ക് തിരിച്ചറിവുണ്ടായി, റബ്ബോനി. അപ്പോൾ ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 37-ാമത്തെ വാക്യത്തിൽ
അല്ല 38-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്ന് ഇതിനർത്ഥം. റബ്ബി, ഗുരു എന്ന് ഇതിനർത്ഥം. ഇവിടെ ആ വളർച്ച വെറും ഗുരുവായിരുന്ന ഗുരുവെന്ന് സംബോധന ചെയ്തത് മഗ്ദലന മറിയം റബ്ബോനി, റബ്ബോനി, മൈ മാസ്റ്റർ, മൈ ഗ്രേറ്റ് മാസ്റ്റർ, അങ്ങനെ ഒരു തലത്തിലേക്ക് വന്നു. വെറും ഗുരുവായിരുന്നത് എൻ്റെ ഗുരു, എൻ്റെ ഗുരു എന്ന തലത്തിലേക്ക് യോഹന്നാൻ ശ്ലീഹ യഥാർത്ഥ ശിഷ്യത്വം അതങ്ങനെ വളരണമെന്ന് കാണിച്ചു തരികയാണ്. വെറും ഒരാളായിരുന്നത് എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ച് ഈശോയിലേക്ക് വരുന്നത്, പിന്നെ ഈശോ ആരൊക്കെയായി മാറുന്നു, ഈശോ എൻ്റെ ഗുരുവായി മാറുന്നു. ഇങ്ങനൊരു വളർച്ച ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കതുകൊണ്ട് മഗ്ദലന മറിയത്തിൽ നിന്ന് ഇത് പഠിക്കാം. ഈശോ നമുക്ക് ആരെങ്കിലുമായിട്ട് മാറട്ടെ. ഇവിടെ നിങ്ങൾ ഈശോയാണ് അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പരിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കുചേരുക, പിന്നെ വചന ശുശ്രൂഷകളിലൊക്കെ പങ്കുചേരുക, കേൾക്കുക, വചനം കേൾക്കുക, കുമ്പസാരിക്കുക, ആരാധന ചാപ്പലിൽ ആരാധനയ്ക്ക് പോയിരിക്കുക. ഇതൊക്കെയാണ് യേശുവിൽ വളരാൻ, യേശുവിനെ ആരാധിക്കുന്ന സമൂഹം ചെയ്യേണ്ടത്. അല്ലാണ്ട് നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതല്ല. പൗലോസ് അപ്പോസ്തലൻ തലമുടി വടിച്ച് നേർച്ച നേർന്നതിനെക്കുറിച്ച് അപ്പോസ്തല നടപടി പുസ്തകത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഈശോയെ സ്നേഹിക്കുന്ന ഒരാൾ തലമുടി വടിക്കുമോ? എനിക്കറിയില്ല. ഈശോ തലമുടി വടിച്ചിട്ടില്ലല്ലോ. ഈശോയ്ക്ക് ധാരാളം മുടി ഉണ്ടായിരുന്നു. അതാണ് ഈശോയുമായി ബന്ധമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഈശോയെ സ്നേഹിക്കുമ്പോൾ ഈശോയെപ്പോലെ ആകാനും ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനല്ലേ ആഗ്രഹിക്കേണ്ടത്. നമുക്കതുകൊണ്ട് മഗ്ദലന മറിയത്തെ പോലെ ഈശോയെ സ്നേഹിക്കാനും, മഗ്ദലന മറിയത്തിനുണ്ടായിരുന്ന ആ ഒരു ഇൻറ്റിമസി മഗ്ദലന മറിയത്തിന് വെളിപ്പെടുത്തി കൊടുത്തു ദൈവം. അതൊരു ഗിഫ്റ്റാണ്, വെളിപ്പെടുത്തി കൊടുക്കുക. ഇവിടെ പരിശുദ്ധ കുർബാനയിൽ ഈശോയെ കാണാൻ സാധിക്കുന്നത് അതൊരു ഗിഫ്റ്റാണ്. പക്ഷേ മഗ്ദലന മറിയത്ത് കാണിച്ച റെസ്പോൺസ് അത് അവളുടെ വിശ്വാസമാണ്. ദൈവം വെളിപ്പെടുത്തി തന്നിട്ടും ദൈവം അനുഗ്രഹം തന്നിട്ടും നീ ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ, നിന്റെ വിശ്വാസം കൊണ്ട് നീ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ, നമുക്കതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വാസം കൊണ്ട് കർത്താവിന് മുമ്പിൽ നിൽക്കാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയം, നമ്മുടെ പരിശുദ്ധ കന്യകാ മറിയം ഈശോയെ സ്നേഹിച്ചതുപോലെ അതുപോലെയും നമുക്ക് ഈശോയെ സ്നേഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ജീവനെ തന്ന സ്നേഹമേ, നീ മാത്രം വഴിയും സത്യവും. ജീവനെ തന്ന സ്നേഹമേ, നീ മാത്രം വഴിയും സത്യവും. സർവം നന്മയ്ക്കായി മാറ്റുന്ന നീ മാത്രം നിത്യം പരിശുദ്ധൻ. സർവം നന്മയ്ക്കായി മാറ്റുന്ന നീ മാത്രം നിത്യം പരിശുദ്ധൻ. യേശുവേ നിന്നെ കാണണം, യേശുവേ നിന്നെ കേൾക്കണം, യേശുവേ നിന്നിൽ അലിയണം, യേശുവേ എന്നിൽ നിറയണം. ആമേൻ.